CPM ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്ന്. യഥാർത്ഥത്തിൽ ഈ CPM പലപ്പോഴും ഒന്ന് തരം താഴുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ടാകും. ഏതായാലും CPM ഷാഫിക്കൊരു അക്കാഡമിക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം ഹെഡ് മാസ്റ്ററാണ്, അത് വകുപ്പ് വേറെയാണ് എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു നേതാവിനെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും ഹീനമായ മാർഗമാണ് തെളിവില്ലാതെ അദ്ദേഹത്തെ ഏതെങ്കിലും കാര്യത്തിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ സ്ത്രീ വിഷയം അല്ലെങ്കിൽ ഒരാൾ സ്ത്രീ ലംബടനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ വലിയൊരു കളങ്കമാണ് ഉണ്ടാവുക. അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്തി പിന്നീട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് താരമൂല്യമുള്ള 2 യുവ നേതാക്കൾ, കോൺഗ്രസിൻ്റെ 2 യുവ നേതാക്കൾ, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും, 2 പേരെയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിരോധിക്കാനാവാത്ത രീതിയിൽ നിൽക്കേണ്ടി വരും എന്ന ഒരു CPM ചിന്ത. അതിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴിതാ ഷാഫിക്ക് പുറമെ രാഹുലിന് പുറമെ ഇപ്പോൾ ഷാഫിയെ കൂടെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ, അതായത് സ്ത്രീ വിഷയത്തിൽ സ്ത്രീകളുമായി അടുപ്പം പുലർത്തുന്ന, അനാരോഗ്യപരമായ അടുപ്പം പുലർത്തുന്ന കാര്യത്തിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗുരുനാഥനാണ്, ഹെഡ് മാസ്റ്റർ തന്നെയാണ്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിക്ക് പഠിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് വിവക്ഷ. സ്ത്രീകളെ ബാംഗ്ലൂർ നഗരത്തിലേക്ക് വിളിക്കുകയും വെക്കേഷൻ പോകാൻ വിളിക്കുകയും അവരുമായി ഉല്ലാസ സഞ്ചാരത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതീതി, ഇത് പെട്ടെന്ന് വേവുന്നൊരു പരിപ്പാണെന്ന് തോന്നാമെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അത്ര അത്ര ഒരു ഒരു സോഫ്റ്റ് ഒരു രീതിയിൽ അതിനെ എടുക്കും എന്ന് ഇപ്പോൾ കരുതാനാവില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിഞ്ഞ 38 ദിവസമായി ലഭിക്കുന്ന പിന്തുണ ഒരു മാനദണ്ഡമാണെങ്കിൽ ബൂമറാങ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഷാഫി പറമ്പിലിനെതിരെ ഒരു തെളിവും, ഒരു സ്ത്രീയുടെ പരാതിയും പറഞ്ഞിട്ടില്ല, ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ആർക്കെതിരെയും ആർക്കും ആരോപണം ഉന്നയിക്കാവുന്ന ഒരു അവസരത്തിലേക്ക്, ഒരു ഘട്ടത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. അത് കേരളത്തിൻ്റെ ഒരു ശാപമാണ്. 2 രീതിയിൽ ഇതിനെ കാണാം. ഒന്ന്, ഒരു രാഷ്ട്രീയ പാപ്പരത്തമുണ്ട്. യഥാർത്ഥ കാതലായ വിഷയങ്ങൾ ഒന്നുകിൽ ഇല്ല, അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ ചിലർ ഭയപ്പെടുന്നു, മടിക്കുന്നു. അതാണ് ഒരു കാരണം. അങ്ങനെയെങ്കിൽ വളരെ സോഫ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ വ്യക്തികളെ കേന്ദ്രീകരിക്കുന്ന ഇഷ്യൂസ് അതിലേക്ക് വരുന്നു. ദർ ഇസ് എ സേയിങ് ഇൻ ഇംഗ്ലീഷ്, ലെസർ മോർട്ടൽസ് ടോക്ക് അബൌട്ട് പീപ്പിൾ, a bit higher ones talk about incidents, but great visionaries and leaders talk about issues. ഇപ്പം ഇഷ്യൂസ് ഒന്നും എടുക്കാൻ ആരും തയ്യാറല്ല, ഇൻസിഡൻറ്റ് പോലും എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ആളുകളെ ചുറ്റിപ്പറ്റി അപവാദങ്ങൾ പറയുന്ന, അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന ഒരു ചുളു ഇടപാട്, അതിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. അത് ആരും മോശമല്ല, ഇടതുപക്ഷങ്ങൾ മാത്രമല്ല, കോൺഗ്രസും BJPയും എല്ലാം തന്നെ ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് അക്കാര്യത്തിൽ. അപ്പോൾ അത് എവിടെയാണ് ദർ ഇസ് എ ടേസ്റ്റ്. അപ്പോൾ അതാണ് അപ്പോൾ ഒരു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഗുഡ് പൊളിറ്റിക്കൽ ടേസ്റ്റ്. അതാണൊന്ന്. 2, ഒരു പക്ഷേ മലബാറിൻ്റെ രാഷ്ട്രീയം CPMനെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ടാവാം. അതൊരു ലാർജർ ഇഷ്യൂ ആണ്, അതൊരു പെൺവിഷയം മാത്രമല്ല. അവിടെ ഭൂരിപക്ഷ ഏകോപനത്തിലൂടെ, അതായത് അയ്യപ്പ സംഘം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അഡ്ഹസീവ് ഇഫക്റ്റ്, SNDP, NSS എല്ലാം തന്നെ ഒരേ ബാൻഡ് വാഗണിലെത്തുന്നു. CPMനോടൊപ്പം, LDFനോടൊപ്പം, സംസ്ഥാന സർക്കാരിനോടൊപ്പം എത്തുന്ന അത്യപൂർവമായ അസുലഭ നിമിഷങ്ങൾ. ഇതാണ് CPMൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ അതിനെ, ഈ ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റിനെ റെക്ക് ചെയ്യാൻ കഴിയുന്നത് മലബാർ മേഖലയിലെ മുസ്ലിം ജനസാമാന്യം തിരിഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഇടയിൽ അവരിൽ ഒരാൾ കളങ്കിതനാകുന്നു എന്ന മട്ടിൽ ഒരു പ്രചരണം നടന്നാൽ ഒരു പക്ഷേ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ചെറിയ ഒരു ഷാഫി വിരോധം. ഷാഫിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും താരമൂല്യമുള്ള മലബാറിലെ നേതാവ്. മലബാറിലെ മാത്രമല്ല, കേരളത്തിലെ ആകമാനം. ഒരുപക്ഷെ VD സതീശിനേക്കാൾ, രമേശ് ചെന്നിത്തലയേക്കാൾ ഒക്കെ ഒരു താരപരിവേഷമാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കിട്ടുന്നത്. ഇവരുടെയൊക്കെ കൃത്യമായിട്ട് കണക്കെടുക്കാനാവില്ല, ഇത്ര പേരുടെ പിന്തുണ എന്നൊന്നും കണക്കെടുക്കാനാവില്ല. എങ്കിൽ പോലും ഇത് മലബാറിനെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കുമോ? മലബാറിലെ മുസ്ലിം സഹോദരന്മാർ ഷാഫിയെ നെഞ്ചിലേറ്റുന്ന ഒരുപാട് പേരുണ്ട്, മുസ്ലിങ്ങൾ മാത്രമല്ല. അവരുടെ ഇടയിൽ ഒരു കളങ്കിതൻ, ഒരു ആരോപിതൻ, ഒരു മതേതര സ്വഭാവമുണ്ട്.
ഷാഫിക്ക് ഒരു മതേതര സ്വഭാവമാണ്. ഓർക്ക് പാലക്കാട് മണ്ഡലത്തിലാണ് അദ്ദേഹം നിന്ന് ജയിച്ചു വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കണം. പാലക്കാട് ഈ ശ്രീധരനെ പരാജയപ്പെടുത്തി. ഈ ശ്രീധരൻ, വികസന നായകനായ ഈ ശ്രീധരനെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അന്ന് പ്രൊജക്റ്റ് ചെയ്ത സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ഒരു ജയന്റ് കില്ലറായി വരികയാണ് ഷാഫി പറമ്പിൽ. അതിനു മുൻപും അദ്ദേഹം പ്രശസ്തൻ തന്നെയാണ്. യുവജന സംഘടനകളിലൂടെ ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന തലയെടുപ്പുള്ള നേതാവ്. അത് മാത്രമല്ല ഒരു എല്ലാവരും പെട്ടെന്ന് ഇടപഴകുന്ന, പെട്ടെന്നൊരു ചാമിങ് ഇഫക്റ്റ് ഉണ്ട്. അപ്പം കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവെ പലർക്കും ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജനുസാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എല്ലാം. അപ്പോൾ അവരൊക്കെ വ്യക്തി ജീവിതത്തിൽ കളങ്കിതരാണ് എന്ന് പറഞ്ഞാൽ കേരള സമൂഹം അതങ്ങ് അംഗീകരിച്ചുകൊള്ളും. അവരെല്ലാം തന്നെ പടിയടച്ച് പിണ്ടം വയ്ക്കും. അങ്ങനെ തങ്ങളുടെ ആളുകൾക്ക് മുന്നോട്ട് വരാം. അപ്പം മലബാറിലെ രാഷ്ട്രീയം കൂടി ഒരു പക്ഷേ ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ പ്രമുഖ ഒരു CPM നേതാവ്, ജില്ലാ സെക്രട്ടറിയാണ്, ആ ജില്ലയുടെ സെക്രട്ടറി EK സുരേഷ് ബാബു തന്നെ നേരിട്ട് ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ഏതെങ്കിലും ഒരു ചെറിയ നേതാവല്ല. ജില്ലാ സെക്രട്ടറി, പാലക്കാട് ജില്ലാ സെക്രട്ടറി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ തുച്ഛീകരിച്ച് കാണാനാവില്ല. ഇതിൻ്റെ പിന്നിലൊരു ഗെയിം പ്ലാൻ ഉണ്ട്. ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി വെക്കാം, തെളിവുകളൊന്നും വേണ്ട. തിരഞ്ഞെടുപ്പ് വരെ ഇതിങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് പ്ലാൻ. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഷാഫി പറമ്പിൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതാണോ നിങ്ങളുടെ ടൂളെന്ന് പറയുന്നത് 2026 തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൻ്റെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിഷയദാരിദ്ര്യം അല്ലേ? അതെ, കാരണം ഇത്തരത്തിലുള്ള ഒരു ബാലിശ്യമായ കാര്യങ്ങളിലേക്ക് ആണ് CPM പോകുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ മാൻഡേറ്റ് ഉണ്ടാവേണ്ടത്? വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, ആകമാന വികസനം, അല്ലെങ്കിൽ ദർശനപരമായ ചില കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു മാൻഡേറ്റ് ചോദിക്കുമ്പോൾ അത് പോസിറ്റീവാണ് ഇലക്ഷനിൽ. പക്ഷേ ഒരുവന്റെ വൈകൃതങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ലൈംഗിക വൈകൃതങ്ങൾ, അതും ആരോപിക്കപ്പെടുന്ന വൈകൃതങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും അവൻ മോശക്കാരനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ലളിതയുക്തി, അത് എത്രത്തോളം മലയാളികൾ ഉൾക്കൊള്ളും? ഈ കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ ഒരുപക്ഷെ മലയാളി തയ്യാറാവും. എത്രത്തോളം അത് ഉൾക്കൊള്ളും? നോക്കൂ, മിസ്റ്റർ PJ കുര്യനെതിരെ, പാർലമെന്റ് അംഗമായിരിക്കുമ്പോൾ PJ കുര്യനെതിരെ ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് സൂര്യനെല്ലി വിഷയം ആരോപണമായിട്ട് വന്നു. എത്ര തവണയാണ് അദ്ദേഹം അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നതും രാജ്യസഭയിൽ എത്തുന്നതും രാജ്യസഭയുടെ കേന്ദ്രമന്ത്രിയാകുന്നതും രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആകുന്നതും ഒക്കെ കണ്ടതാണ്. അതുകൊണ്ട് സ്ത്രീ വിഷയത്തിൽ ഒരാളെ ഫിനിഷ് ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ എളുപ്പം ഫിനിഷ് ചെയ്യാനാവില്ല. PT ചാക്കോയെക്കുറിച്ചാണ് ആകെയുള്ള ഒരു ഫിനിഷ്ഡായി, അദ്ദേഹം സ്വയം മരണപ്പെട്ടതാണ്. അതിൻ്റെ പേരിൽ ഒരു പാർട്ടി തന്നെ ഉണ്ടായി എന്നോർക്കണം. 60കളുടെ മധ്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായ പിളർപ്പിൻ്റെ അടിസ്ഥാനവും യാതൊരു തെളിവുകളുമില്ലാതെ ഒരു ഊഹാപോഹം വെച്ചുകൊണ്ട് ഒരു സ്ത്രീയോടൊപ്പം പീച്ചി പ്രദേശത്തേക്ക് കാറിൽ സഞ്ചരിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അസമർപ്പിച്ച് കളയാം. അങ്ങനെയാണ് കേരള കോൺഗ്രസിന്റെ ജനനം തന്നെ PT ചാക്കോയുടെ പേരിലാണ്. ഇതെനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിലെ ഈ യുവത്വത്തെ വീഴ്ത്താനുള്ള ഒരു തന്ത്രം തന്നെയാണ് CPM കൊണ്ടുവരുന്നത്. കോൺഗ്രസ് പാർട്ടി ക്ഷയിക്കുന്ന സമയത്തെല്ലാം തന്നെ യുവ തുർക്കികൾ, യങ് ടർക്സ് എന്ന് പറയും, അവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാലം കാണാം. നമുക്ക് അറിയാമല്ലോ, ഒരണ സമരത്തിലൂടെ AK ആന്റണി വലിയ രീതിയിൽ വരികയാണ്. KSUവിൻ്റെ പുഷ്കരകാലം, അത് വയലാർ രവിയും AK ആന്റണിയും അതിനുശേഷം ഉമ്മൻചാണ്ടിയും എല്ലാം തന്നെ ആ സമയത്തിൻ്റെ സന്തതികളാണ്. പിന്നീട് അവരൊക്കെ സീനിയർ നേതാക്കളായി. പിന്നീട് ആ ഒരു തരം യുവതലമുറ വന്നില്ല. അടുത്ത തലമുറ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും കൂട്ടരുമൊക്കെയാണ്. അപ്പോൾ അത് ആ ജ്വാല KSU, യൂത്ത് കോൺഗ്രസ് ഇതെല്ലാം അണയുന്നു എന്ന് തോന്നുമ്പോഴാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ നേതൃതലത്തിൽ വരികയും ഈ സംഘടനകളിൽ ഒരു ഉണർവുണ്ടാകുകയും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെ വഴിയിൽ തടയുമെന്ന് ഇടതുപക്ഷങ്ങളും BJPയും പറയുമ്പോൾ കൂടെ നിൽക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടെങ്കിൽ അത് KSU, യൂത്ത് കോൺഗ്രസ് ആളുകൾ തന്നെയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയോടൊപ്പമാണ് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. ഇപ്പോൾ ഇതാ പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയോടൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലാ പര്യടനത്തിലേക്ക് വന്നതും MLA ഓഫീസിലേക്ക് വന്നതും ഒക്കെ അവരോടൊപ്പമാണ്. അപ്പം ജനമനസ്സുകളിൽ, പ്രത്യേകിച്ച് യൂത്ത് മൈൻഡ്സിൽ ഇവർക്കൊക്കെ വലിയ സ്ഥാനമുണ്ട്. നാളത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ KSU, യൂത്ത് കോൺഗ്രസ് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഭാവി സാധ്യതകൾ മുളയിലെ ഞുള്ളുക, ഇതാണ് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭാവിയെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതിൽ BJPയും CPMും എല്ലാം തന്നെ ഒരുമിച്ചാണ് എന്ന് കാണാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.